പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർ ഓർഡറിൽ പ്ലേസ് ചെയ്യാൻ പോവാണ്. നല്ല ശ്രദ്ധിക്കുക. സൂപ്പർ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാർക്കറ്റ് ലിമിറ്റ് ട്രിഗർ കഴിഞ്ഞു, സൂപ്പറിലേക്ക് വരികയാണ്. സൂപ്പറിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? സൂപ്പറിലോ നമ്മൾ സെയിം തന്നെയാണ്, മറ്റുള്ള എല്ലാ ഓർഡർ ടൈപ്പ് മാതിരി ക്വാണ്ടിറ്റീസ് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എത്ര വേണം എന്നുള്ളത് നമ്മൾ ഇവിടെ ക്വാണ്ടിറ്റീസിൻ്റെ എണ്ണം നിങ്ങൾക്ക് എത്രയാണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റീസ് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ 5 നമ്പേഴ്സ് എൻ്റർ ചെയ്തു. സൂപ്പർ ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് സൂപ്പർ ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്ത് ഇട്ട് വെക്കാം. അത് റിയൽ ടൈമിൽ തന്നെ ആവണമെന്നില്ല. പോസ്റ്റ് മാർക്കറ്റ് ടൈമിങ്ങിലും നിങ്ങൾക്ക് സൗകര്യം എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് സൂപ്പർ ഓർഡറിലേക്ക് പോകാം. സൂപ്പർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായ ടൈമിൽ അത് ട്രിഗർ ആകും. അത് മാത്രമല്ല, അതിൻ്റെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ ഓർഡേഴ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. വൺ ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4 അവർ ഓർഡർ പോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക, 4 അവർ ഓർഡർ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, അറിയുന്നവർക്കറിയാം. അതായത് 1 ഇയർ വരെ ഇതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അത് മാത്രമല്ല, ദിസ് ഇസ് ഓൾസോ OCO ഓർഡർ എന്ന് പറയുന്നൊരു അതേ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് നമ്മൾ സൂപ്പർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എയ്തർ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പൊസിഷൻ എക്സിറ്റ് ആകുന്നു. അതോടുകൂടി ആ ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് സൂപ്പർ ഓർഡർ ഫംഗ്ഷൻ നിൽക്കുന്നു. അതേസമയം നമ്മൾ അതേ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൊടുത്തിരുന്ന സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ അത് പിന്നെ ട്രിഗർ ആവത്തില്ല. ഇനി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതേമാതിരി ടാർഗറ്റ് പിന്നെ അത് ക്യാൻസൽ ആകും. വൺ ക്യാൻസൽസ് ദി അതർ എന്ന് പറയുന്ന ഓർഡറും 4 അവർ ഓർഡറിനും രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് സൂപ്പർ ഓർഡർ എന്ന് പറയുന്ന ഒരു ഒറ്റ ഫെസിലിറ്റി ആയിട്ട് തന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ബെനിഫിറ്റ്. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.